വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ചൈതന്യയ്ക്ക് എക്സാം ആയതിനാൽ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചകളിൽ തിലകരാമനും പാർവതിയും ചൈതന്യയും തിരിച്ചു വന്നിരുന്നു. വിശേഷപ്പെട്ട പൂജകളും ചടങ്ങുകളും കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷമാണ് നീലും ചന്ദനയും നാട്ടിലേക്ക് വരുന്നത്. അന്ന് അവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങിയായിരുന്നു. നന്നയും മെലിഞ്ഞും ജീവൻ നഷ്ടപ്പെട്ട പോലെയായിരുന്നു ചന്ദന ഈ ഒരു മാസക്കാലത്തിനുള്ളിൽ. അവളെ കണ്ട പാർവതിയുടെയും ചൈതന്യയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്കിലും അവർ നിഖിലിന് മുമ്പിൽ ദുഃഖം മറച്ചു വെച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയും നന്നായി സ്വീകരിക്കുകയും പെരുമാറുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞുള്ള ആദ്യമായിട്ടുള്ള വരവായതിനാൽ ഭക്ഷണത്തിന് എല്ലാ വിഭവങ്ങളും ഉണ്ടായിരിക്കണമെന്ന് തിലകരാമൻ നിർദ്ദേശിച്ചിരുന്നു. നിഖിൽ പാർവതിയോടും ചൈതന്യയോടും വളരെ അടുപ്പത്തോടെയും സ്നേഹത്തോടെയും പെരുമാറി. ചന്ദനയോട് അങ്ങനെ തന്നെയായിരുന്നു. അതൊരു പരിധിവരെ പാർവതിയെ ആശ്വസിപ്പിച്ചു. എങ്കിലും വലുതായൊരു ദുഃഖവും ചന്ദനയെ ഓർത്തൊരു ആദ്യം പാർവതിയുടെ ഉള്ളിൽ തികട്ടുന്നുണ്ടായിരുന്നു. ചന്ദനയ്ക്ക് ചിഞ്ചുവിനെ കാണാൻ അതിയായ ആഗ്രഹം തോന്നി. മറ്റന്നാൾ കഴിഞ്ഞ് പാലക്കാടേക്ക് തിരിച്ചു പോകും. പോയാൽ പിന്നീട് എപ്പോഴാണ് ഒരു വരവ് നിശ്ചയമില്ല. ചന്ദനയുടെ വിവാഹം കഴിഞ്ഞതിനാൽ തിലകരാമൻ പാർവതിക്ക് ഫോൺ തിരികെ നൽകിയിരുന്നു. നിഖിലിന്റെ വീട്ടിലെ ചിട്ടകളും വട്ടങ്ങളും വളരെ പുരാതനമായതിനാൽ ചന്ദനയ്ക്ക് സ്വന്തമായിട്ടൊരു ഫോണിലായിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലെ ലാൻഡ് ഫോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അനുവാദം തിരക്കി നിഖിലിൻ്റെതും. പാർവതിയുടെ ഫോൺ എടുത്ത് ചന്ദന ചിഞ്ചുവിന്റെ നമ്പർ കോളിലിട്ടു. 2-3 തവണ ആവർത്തിച്ചിട്ടും കോൾ കിട്ടിയില്ല. ചിഞ്ചുവിന്റെ തറവാട്ടിലെ നമ്പർ മുമ്പെപ്പോഴോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വിളിച്ചു നോക്കി. ആദ്യമെങ്കിൽ തന്നെ കോൾ കണക്റ്റായി. ഹലോ, ആരാ? ഒരു സ്ത്രീ ശബ്ദം. ചിഞ്ചുല്ല എവിടെ? ഞാൻ ചന്ദനയാ. ഉണ്ടല്ലോ, ഞാൻ കൊടുത്തേക്കാം. എന്താ അവിടുത്തെ വിശേഷം? വിവാഹം കഴിഞ്ഞല്ലേ? ചിഞ്ചു പറഞ്ഞിരുന്നു കേട്ടോ. സുഖായിരിക്കുന്ന മോളെ. ഇപ്പൊ എവിടെയാ? ഞാൻ എൻ്റെ വീട്ടിലാ. ഇന്ന് രാവിലെയാ വന്ന്. ചിഞ്ചുവിന്റെ ഫോണിന് പറ്റി വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആദ്യം ഇവിടെ നെറ്റ്വർക്ക് കിട്ടായിട്ടാവും. ഞാൻ വിളിക്കാം അവളെ. ആ സ്ത്രീ ശബ്ദം ചിഞ്ചു എന്ന് നീട്ടി വിളിക്കുന്നു. ചന്തു ആണെന്ന് പറയുന്നത് ചന്ദന കേട്ടു. ഹലോ ചന്തു, സുഖലേടി? ചിഞ്ചു കരയുകയായിരുന്നു. നിനക്കോ? ചന്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശബ്ദം വിറച്ചു. നീ എവിടെയാ? വീട്ടിലുണ്ടോ? ഇന്ന് രാവിലെ വന്നു. എനിക്ക് നിന്നെ കാണണം ചിഞ്ചു. അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്. പറയുന്നതോടൊപ്പം ചന്ദന വിങ്ങിപ്പോയി. എപ്പോഴാ പോകുന്നത്? കുറച്ച് ദിവസം കാണും ഇവിടെ? ചിഞ്ചു അന്വേഷിച്ചു. മറ്റന്നാൾ കഴിഞ്ഞ് പോകും. ഇവിടെ ഉത്സവം തുടങ്ങി. അതുകൊണ്ടാണ് 2 ദിവസങ്ങളും താമസിക്കുന്നത്. അല്ലെങ്കിൽ നാളെ തന്നെ മടങ്ങുമായിരുന്നു. ചന്തു തന്നെ നോവ് ഒതുക്കി പിടിച്ചു. ഞാൻ നാളെ തന്നെ വന്നേക്കാം, ചിഞ്ചു പറഞ്ഞു. മറ്റെന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു ചിഞ്ചുവിന്. പക്ഷെ ഒന്നിനും സാധിച്ചില്ല. വല്ലാത്തൊരു വേദന. നെഞ്ച് വിങ്ങുന്നു. ശരി, അമ്മ ജോലിയില്ല. ഞാൻ ചെല്ലട്ടെ, നാളെ കാണാം. ചിഞ്ചു ഒന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ട് സംഭാഷണം അവസാനിപ്പിച്ച് ചന്ദന ഫോൺ കട്ട് ചെയ്തു. മിഴികൾ ഇറുക്കി അടച്ച് അല്പനേരം അവൾ ആ വരാന്തയിൽ തന്നെ നിന്നു. വസുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും ഉള്ളിൽ കാണുകയായിരുന്നു അവൾ. അപ്പോൾ കാണാൻ വന്നിരുന്ന രാത്രികളിൽ ചേർത്ത് പിടിച്ച കരങ്ങളുടെ ചൂട് ഇപ്പോഴും ദേഹത്ത് അവശേഷിക്കുന്ന പോലെ. വെറുതെ നെറ്റിയിലേക്കൊന്ന് കൈവിരലുകൾ നീണ്ടു. ആ രാത്രികളിൽ ഒന്നിൽ നെറ്റിയിൽ നൽകിയ സ്നേഹചുംബനത്തിന്റെ തണുപ്പ് പോലും അവൾ ആ നിമിഷത്തിൽ എന്ന പോലെ അനുഭവിച്ചറിഞ്ഞു. എന്നിട്ടും തന്നെ മറന്നുവല്ലോ. മറ്റൊരു പെണ്ണിനെ വരിച്ചുവല്ലോ. മറക്കാനും അകറ്റാനും മാത്രം എന്ത് ചെയ്തു ഞാൻ? പ്രാണനായി സ്നേഹിച്ചു പോയതോ? മറന്നെന്ന് വിശ്വസിക്കാൻ തനിക്കാവുന്നതേ ഇല്ലല്ലോ. ചന്ദനയുടെ ഹൃദയം ആർത്തലച്ചുകൊണ്ടിരുന്നു. ഭൂമിയോളം സഹനമുള്ളൊരു പെണ്ണ്. ഭൂമി ദേവിയാണവൾ. അവൾ നന്ദാൽ ആർക്കാണ് നോവാത്തത്? മേഘങ്ങൾ കണ്ണുനീർ പൊഴിച്ചു. മരച്ചില്ലകൾ ആടിയുലഞ്ഞു. കാലം തെറ്റിയൊരു ചാറ്റൽ മണ്ണിനെ പുൽകി. അവളെ തപിക്കുന്ന ഹൃദയത്തെ തണുപ്പിക്കാനെന്ന പോലെ. ഇന്നായിരുന്നു വസുവിന്റെയും സാന്ദ്രയുടെയും വിവാഹം. അല്പം അടിച്ചാണ് സാന്ദ്ര രാത്രി മുറിയിലേക്ക് ചെന്ന്. വസു അപ്പോൾ ബാൽക്കണിൽ വെറും നിലത്ത് ദൂരെ ഇരുട്ടിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു. കണ്ണുകളിൽ നനവ് ഊറിക്കൂടിയിരുന്നു. തൻ്റെ സ്വപ്നത്തിൽ ഈ രാത്രി ഇങ്ങനെയായിരുന്നു എന്നവൻ പല ഒരു വേദനയോടെ ഓർത്തുകൊണ്ടേയിരുന്നു. അത്രമേൽ പ്രണയപരവശയായി തൻ്റെ നെഞ്ചിൽ അമർന്നു നിൽക്കുന്ന ചന്ദന. അത്രമേൽ സ്നേഹത്തോടെ അവളെ തഴുകുന്ന തൻ്റെ കരങ്ങൾ. ആ സ്വപ്നലോകത്ത് മാത്രം തനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് അവൻ വെറുതെ മോഹിച്ചു. സാന്ദ്ര അരികിൽ വന്നു നിന്ന് വസു അറിഞ്ഞിരുന്നില്ല. അവൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാനെന്ന വണ്ണം സാന്ദ്ര കൈകൾ അനക്കി. വളകൾ ശബ്ദിച്ചു. പക്ഷെ അപ്പോഴും അവൻ ചന്ദന എന്ന വൃത്തത്തിലായിരുന്നു. അവളെ മാത്രം കേന്ദ്രീകരിച്ച് സഞ്ചരിക്കുന്ന വൃത്തത്തിലെ ഏക ബിന്ദു. ദേവേട്ടനെന്ന് ചൊല്ലി വിളിക്കാൻ സാന്ദ്ര ഭയപ്പെട്ടു. തുടക്കം തന്നെ അവൻ്റെ ദേഷ്യത്തിലൂടെ ആവരുതെന്ന് ചിന്തിച്ചു അവൾ. എന്നിരുന്നാലും ക്ഷമ നഷ്ടപ്പെട്ടിരുന്ന അവൾക്ക് നടന്നവൻ്റെ മുന്നിൽ വന്ന് നിന്നു. അപ്പോൾ മാത്രമാണ് വസു ഇരുട്ടിൽ നിന്നും മിഴികൾ വെട്ടിക്കുന്നത്. എന്താ? അവൻ തിരക്കി. എന്താ ഇവിടെ കിടക്കുന്നേ? ഏയ് ഒന്നുമില്ല, സാന്ദ്ര കിടന്നുള്ളൂ. ഒന്നിനൊന്നും താല്പര്യമില്ലാത്ത പോലെ വസു മിഴികൾ പൂട്ടിക്കിടന്നു. ദേവേട്ടി ഇപ്പോഴും ആ പെണ്ണിനെ ഓർക്കുകയാണോ? എന്തിനാണ് എന്നോട് ഇത്രയും അനിഷ്ടം കാണിക്കുന്നത്? സംസാരിക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ലല്ലോ. സാന്ദ്രയുടെ സ്വരത്തിൽ ദുഃഖത്തേക്കാൾ ദേഷ്യമായിരുന്നു. വസു എഴുന്നേറ്റ് അവൾക്ക് അഭിമുഖമായി നിന്നു. ഓർക്കാൻ മറന്നിട്ട് വേണ്ടേ? എനിക്കതിനൊരിക്കലും കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. നിന്നോട് എത്ര വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എത്രത്തോളം മനസ്സിലാക്കി തരാൻ ശ്രമിച്ചതാ. നിനക്ക് പിന്മാറായിരുന്നില്ലേ? എന്തിനാ അത്രയും വാശി കാണിച്ച്? ഒരിക്കലും നീ ആഗ്രഹിക്കുന്ന തരത്തിൽ നിന്നെ സ്നേഹിക്കാൻ കഴിയാത്തൊരു മനസ്സിനെയാ നീ വെട്ടിപ്പിടിച്ചിരിക്കുന്നത്.
സണ്ണിക്ക് വേണ്ടി, അവന് വേണ്ടി മാത്രമാ ഞാനിപ്പോൾ ഇങ്ങനെ. പറഞ്ഞു പൂർത്തിയാക്കാതെ കൈവരിൽ കൈകളൂന്നി വീണ്ടും ദൂരെയായ ഇരുട്ടിലേക്ക് മിഴികൾ നീട്ടിയവൻ. ആർക്ക് വേണ്ടിയിട്ടാണെന്നാലും ദേവേട്ട ഇപ്പം എൻ്റെ ഭർത്താവാണ്. മറ്റൊരു പെണ്ണിനെ മനസ്സിലിട്ട് നടക്കുന്ന എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത് അംഗീകരിച്ചു തരാനും. അവളിപ്പോൾ വിവാഹം കഴിഞ്ഞല്ലോ, ഇനി എന്താ അവളെ മറക്കാൻ പ്രയാസം? ദേവേട്ടൻ അവളോടുള്ള പോലെ സ്നേഹം തിരിച്ചിങ്ങോട്ടും ഉണ്ടായിരുന്നെങ്കിൽ അവൾ മറ്റൊരു വിവാഹം ചെയ്യായിരുന്നോ? ദേവേട്ടൻ വെറുതെ വിഡ്ഢിയാവുകയാ. ഉടനെ എന്നെ ഭാര്യയിട്ട് അംഗീകരിക്കണം ഞാൻ ആവശ്യപ്പെടുന്നില്ല. പതിയെ മതി. പക്ഷേ ചന്ദനയെ നിന്നേക്കുമായിട്ട് മറന്നു കളയണം. സാന്ദ്രയുടെ മുഖം കനത്തിരുന്നു. അതൊരിക്കലും സാധ്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ ചന്ദനെ മറന്ന് നിന്നെ അംഗീകരിക്കുന്നൊരു ഉറപ്പ് ഉടമ്പടി എനിക്കില്ല. കൊച്ചുകുട്ടിയൊന്നല്ലായിരുന്നല്ലേ നീ. ഒരു മനുഷ്യന്റെ മനസ്സുകളും ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും തിരിച്ചറിയാൻ മാത്രം പ്രായമുള്ള അതിനോളം വിദ്യാഭ്യാസമുള്ള പെണ്ണല്ലേ നീ. എന്നിട്ടും വാശി മാത്രമായിരുന്നു മുൻപന്തിയിൽ. ഷടിച്ച് നേടിയാ നീ ഇത്. ഈ ജീവിതം എങ്ങനെ പോയാലും എന്തുണ്ടായാലും അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും സാന്ദ്ര. എന്റെ പക്കൽ നീ യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ചന്ദനയുടെ സ്ഥാനത്ത് നിന്നെയെന്നല്ല ആരെയും കാണാൻ ഒരു കാലത്തും ആവില്ല എനിക്ക്. കുഞ്ഞുകുട്ടികൾക്ക് അറിഞ്ഞ് വാശി പിടിക്കുമ്പോൾ കൈ കിട്ടുന്ന ബലൂണ് പോലെയല്ല ജീവിതമെന്ന് നീ ഇതുകൊണ്ട് തിരിച്ചറിയണം. ദയവേട്ടെന്നുള്ള വിളി ഇനി ആവർത്തിക്കരുത്. വാസു അകത്തേക്ക് കടന്നു. സാന്ദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അതിനേക്കാളേറെ ഉള്ളിൽ അമർഷവും. എങ്കിലും തോറ്റൊടുക്കില്ലെന്ന പോലെ വാശിയോടെ കണ്ണുകൾ തുടച്ചു മാറ്റി. കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചൊൽപ്പടിക്ക് നിർത്താൻ ഈ സാന്ദ്രക്കറിയാം. ആര് സ്വപ്നം കണ്ടു നിൽക്കുക? നിന്റെ പൂർവ്വകാമുകനെയോ? ഏറെ നേരമായി പുറത്തിരുട്ടിലേക്ക് മിഴികൾ നട്ടു നിൽപ്പായിരുന്നു ചന്ദന. ചെറുതായി മഴച്ചാറ്റിലുണ്ട്. വാസുവിന്റെ ഓർമ്മകൾ മുഴുകുന്നതിനാൽ പുറത്തെ തണുപ്പ് തന്നെ ബാധിച്ചതായി തോന്നിയിരുന്നില്ല ചന്ദനയ്ക്ക്. നീലിന്റെ ചോദ്യമാണ് അവൾ ഉണർത്തിയത്. വേഗത്തിൽ മിഴികൾ തുടച്ചു നീക്കിയവൾ. ഭക്ഷണം എടുത്ത് വെക്ക്. ഒന്നിനിതിന് ലേറ്റാവുന്നത് എനിക്കിഷ്ടമെന്ന് എനിക്കറിയാലോ. എല്ലാം കൃത്യസമയത്തായിരിക്കണം. ശിരസ്യളിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കാൻ തുനിഞ്ഞവളെ നിഖിൽ കൈനീട്ടി തന്നോട് ഒതുക്കി പിടിച്ചു. ശ്വാസം മുട്ടുന്നതായി തോന്നി ചന്ദനയ്ക്ക്. എള്ളുകൾ നുറുങ്ങുന്ന പോലെ. എങ്കിലും പുതുമയൊന്നും തോന്നിയില്ല. ആദ്യം മനസ്സ് മാത്രമാണ് ആഴത്തിൽ മുറിവേറ്റത്. ഇപ്പോൾ ശരീരവും. ഒരു രാത്രി പോലും ഒഴിയാതെ താനിങ്ങനെ വേദനിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് അവൾ കണ്ണീരോടെ ഓർത്തു. വേഗം കിടക്കണം. സ്വന്തം വീടാണെന്ന് എഴുതി അവിടെ ഇവിടെ സംസാരിക്കുന്ന സമയങ്ങളായിരുന്നു. ഇന്നലെ രാത്രിയിലെ കുറവ് നികത്താനുണ്ട്. നിഖിൽ വല്ലാത്തൊരു ആവേശത്തോടെ പറഞ്ഞു. എന്നും നേരിടുന്നാണെങ്കിൽ പോലും നിഖിലിന്റെ ആ നേരത്തെ ഭാവം ചന്ദനയിൽ ഭീതി നിറച്ചു. അത്രയേറെ പ്രണയത്തോടെ, അത്രയേറെ സന്തോഷത്തോടെ, അത്രയേറെ കാത്തിരിപ്പോടെ തന്റെ പാതിയുടെ മുന്നിൽ സ്വയം സമർപ്പിക്കേണ്ടതിനു പകരം ഓരോ രാത്രിയിലും താൻ തന്റെ പാതിയാൽ തന്നെ പിച്ച് ചീന്തപ്പെടുന്നു. അസഹനീയമാണ് ആ വേദന. ശരീരത്തെക്കാളേറെ ഹൃദയത്തെയാണ് അത് കീഴ്പ്പെടുത്തുന്നത്. ഒരിറ്റുപോലും അനുകമ്പയോ സ്നേഹമോ സ്ത്രീയാണെന്നൊരു പരിഗണനയോ പോലും താലി ചാർത്തിയവൻ കിടപ്പറയിൽ തന്നോട് കാണിക്കുന്നില്ലല്ലോ എന്നവൾ ഓർത്തു. വിശന്നു വരഞ്ഞ ചെന്നായുടെ മുമ്പിൽപ്പെട്ടൊരു ആട്ടിൻകുട്ടി മാത്രമാണ് താൻ ആ നേരങ്ങളെന്ന് തോന്നിയവൾക്ക്. വസുവിനെ അത്രമേൽ അടുത്തറിഞ്ഞുകൊണ്ട് നിഖിൽ എന്ന പുരുഷൻ ചന്ദനയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതിയേറിയതായിരുന്നു. തന്നെ കൈവെടിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, തന്നെ മറന്നില്ലായിരുന്നുവെങ്കിൽ. അവളുടെ ഹൃദയം തപിച്ചുകൊണ്ടേയിരുന്നു. നിന്റെ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും നീ എല്ലാം മറന്നോ? അതോ ഇവിടെ എങ്ങനെ വേണേലും ആവാന്നാണോ? ഇത്രയും തണുത്ത ചായ ആർക്കാ നീ കൊണ്ടുവച്ചിരിക്കുന്നത്? നിഖിൽ ചായക്കപ്പ് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. ചന്ദന ചായയുമായി വരുമ്പോൾ നിഖിൽ കുളിക്കാൻ കയറിയിരുന്നു. അന്നേരം അത് അവിടെ ടേബിളിൽ വെച്ച് പോയതാണ്. കുളി കഴിഞ്ഞ ഉടനെ ചന്ദ്ര കടുത്ത വിളി ഉയർന്നു. ആ ഒപ്പം തന്നെ കപ്പ് നിലത്തേക്കും. ചന്ദന ഭയന്നൊരടി പുറകിലേക്ക് മാറിയുന്നു. ഞാൻ വേറെ എടുക്കാം, ചന്ദന വിറയലോടെ പറഞ്ഞു. അപ്പൊ ഇതാര് ക്ലീൻ ചെയ്യും? നിന്റെ അമ്മ ചെയ്യോ? വേഗം വൃത്തിയാക്കിട്ടേ. ആക്രോശിച്ചുകൊണ്ട് മുഖമുയർത്തി നിഖിൽ കണ്ടത് വാതിൽ പടിക്ക് മുന്നിൽ നിൽക്കുന്ന തിലകരാമനെയും പാർവതിയെയുമാണ്. നിഖിലിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഏവർക്ക് മുന്നിൽ അണിയുന്ന പതിവ് പുഞ്ചിരിയോടെ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ നിഖിൽ? തിലകരാമൻ ആവലാതിയോടെ തിരക്കി. വിവാഹം കഴിച്ചുവിടുമ്പോൾ മകൾക്ക് കാര്യവിവരങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുത്തില്ലേ? ഒന്നും അറിയില്ല അവൾക്ക്. എത്ര വട്ടം പറഞ്ഞു കൊടുത്താൽ അശ്രദ്ധയാ. കൂടുതൽ വട്ടം പറഞ്ഞു കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുകയില്ല. എനിക്ക് ദേഷ്യം വന്നാ ഇതുപോലെ ഇരിക്കും. ബാബേതൊന്നും കൂടാതെയാണ് നിഖിൽ പറഞ്ഞത്. പാർവതിയുടെ മിഴികൾ ചന്ദനയിൽ മാത്രം തങ്ങി. തന്റെ ഭീതിയും ആധിയുമെല്ലാം ഇത് മാത്രമായിരുന്നു. അത് സത്യമായിരിക്കുന്നു. പാർവതി നോവോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. തിലകരാമൻ ചന്ദനയുടെ അരിയിലേക്ക് നടന്നു. എന്തായിരുന്നു ഇവിടെ? നിങ്ങളെന്താ പറഞ്ഞിട്ട് പോയത്? നീ ഇപ്പൊ അവന്റെ ഭാര്യ, ഒരു വീടിന്റെ മരുമകളാ. എപ്പോഴും ആ ഓർമ്മയോടുകൂടി വേണം കാര്യങ്ങൾ പ്രവർത്തിക്കാൻ. നിഖിലിന് ദേഷ്യം ഉണ്ടാകുന്ന പോലെ ആവരുത് നിന്റെ പെരുമാറ്റങ്ങൾ. ചെന്ന് കയറെടുത്ത് വീട്ടുകാരെ പറയിപ്പിക്കരുത്. അയാൾ താക്കീതോടെ പറഞ്ഞു. ചന്ദനയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ ഇനി എന്ത് തോന്നാനാണ്? അത്രമേൽ മരവിച്ചു പോയിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞ നല്ല ബുദ്ധി ചൊല്ലി കൊടുക്കണമെന്ന്. അതെങ്ങനെയാ? ആ സമയത്ത് മകളെ പ്രേമിക്കാൻ പഠിപ്പിക്കുന്ന തിരക്കിലായിരുന്നില്ലേ? കേട്ടില്ലേ നിഖിൽ പറഞ്ഞ്? ഇവരുടെ ഭാഗത്ത് അത്രയേറെ അനാസ്ഥകൾ അവന്റെ കാര്യത്തിൽ ഉണ്ടാവാറുണ്ടെന്നല്ല അതിനർത്ഥം. ഇപ്പോഴും ആ അന്യജാതിക്കാരനെ ഓർത്ത് നിൽക്കുകയാണല്ലോ നിന്റെ മകള്. അത് നല്ലതിനാവില്ലെന്ന് പറഞ്ഞു കൊടുത്തേക്ക്. പാർവതിയെ കടന്നു പോകുമ്പോൾ കഠിന സ്വരത്തിൽ പറഞ്ഞയാൾ. പാർവതി ഭിത്തിയിലേക്ക് ചാരി നിന്നു. കഠിനമായി നെഞ്ചുവേദനിക്കുന്ന പോലെ. വസുവിന്റെ കടന്നുവരവിൽ തീർച്ചയായിട്ടും വിശ്വസിച്ചിരുന്നു.
തന്റെ മകൾ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന്. ഒരു വേള വസുവിനോട് വല്ലാത്ത അമർഷം തോന്നി പാർവതിക്ക്. എന്തിനായിരിക്കാം അവളെ മോഹിപ്പിച്ച് കളഞ്ഞത്? വെറുതെ 100,000 പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകിയത്. അതായിരിക്കില്ലേ തന്റെ മകളെ ഇപ്പോൾ മറ്റെന്തിനേക്കാളേറെ നോവിക്കുന്നത്? ചിഞ്ചു ചേച്ചി വരുന്ന പറഞ്ഞിട്ട് എവിടെ എത്തിയില്ലേ? വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞു വന്ന ചൈതന്യെ തിരക്കി. ചന്ദന അപ്പോൾ പിൻവരാന്തിൽ വെറുതെ പാർവതിയുടെ മണിൽ തലയായിച്ചിരിക്കുകയായിരുന്നു. തിലകരാമനും നിഖിലും പുറത്തുപോയിരുന്നു. അവിടുത്തെ വല്യമ്മച്ചിക്ക് സുഖമില്ല, നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലില്ല. ചിഞ്ചു ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു. പാർവതി പറഞ്ഞു. അപ്പോൾ വരില്ലല്ലേ? കഷ്ടമായിപ്പോയി. ചിഞ്ചു ചേച്ചി എന്തെങ്കിലും കാണാമെന്ന് ഓർത്താ. അത്രയധികം മിസ് ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ കല്യാണത്തിന് പോലും വന്നില്ലല്ലോ. അത് എക്സാം ആയിരുന്നോണ്ടല്ലേ? ചന്ദന പറഞ്ഞു. ഓവ, അതെനിക്കറിയാം എന്തുകൊണ്ടാണെന്ന്. എക്സാമിലും ചിഞ്ചു ചേച്ചി വരില്ലായിരുന്നു. ചേച്ചിക്കാളും ചിഞ്ചു ചേച്ചിക്കായിരുന്നു ഈ കല്യാണത്തിനോട് എതിർപ്പ്. ചേച്ചിയുടെ സങ്കടം കാണാൻ വയ്യത്തോണ്ടാ ചിഞ്ചു ചേച്ചി വരാഞ്ഞ്. ചൈതന്യ പറഞ്ഞു. അത് സത്യമാണെന്ന് തോന്നില്ലായിരുന്നു ചന്ദന. നീലേട്ടൻ എന്തി? നീലേട്ടൻ ഫ്രണ്ട്ലിയൊക്കെയാണല്ലേ ചേച്ചി? ഞാൻ കരുതിയ പോലെയല്ല. ചേച്ചിയോട് ഞങ്ങളോട് സ്നേഹ. വസുചേട്ടന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് നീലേട്ടന് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ പറ്റാമെന്ന്. ചന്ദന വെറുതെ കേട്ടിരുന്നതേ ഉള്ളൂ. എന്താണ് പറയേണ്ടത് നിശ്ചയമില്ലായിരുന്നു. പാർവതി അതേ അവസ്ഥയിൽ തന്നെ. രാവിലെ തങ്ങളുടെ മുമ്പിൽ വെച്ചാണ് നിഖിൽ ചന്ദനയോട് അതുപോലെ പെരുമാറിയത്. വീണ്ടും അത് ആവർത്തിക്കില്ലേ? എപ്പോഴും ആവർത്തിക്കില്ലേ? അപ്പോൾ ചൈതന്യം അറിയുകയില്ലേ? സ്വന്തം അച്ഛന് പോലും അതിൽ വിഷമമോ പരാതിയോ ഇല്ല. അവിടെ ചിട്ടകളും ഉപദേശങ്ങളും താക്കീതുകളും മാത്രം. പിന്നെയാണോ നിഖിൽ? കാനഡയിൽ നിന്നൊരു ഓഫർ വന്നിട്ടുണ്ട്. ഞാനിവിടുന്ന് റിസൈൻ ചെയ്തു. സാറ്റർഡേ ഈവനിങ് ആണ് ഫ്ലൈറ്റ്. രാത്രി അത്താഴം കഴിക്കാതിരുന്നപ്പോഴാണ് വസു പറഞ്ഞത്. അതെന്താ ഇപ്പോൾ ഒരു പോക്ക്? നിനക്കിതിന് മുന്നേ എത്ര ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അന്നൊക്കെ നീ പറഞ്ഞ നാട് വിട്ട് മറ്റെവിടേക്കും പോകുന്നില്ലെന്നല്ലേ? രാധിക വേഗത്തിൽ തിരക്കി. നല്ല ഓഫറാണമ്മ, വിട്ടളയാൻ പറ്റില്ല. കൂടുതൽ പറയാൻ വസു താല്പര്യപ്പെട്ടില്ല. പിന്നെയും ചോദിക്കാനൊരുങ്ങിയ രാധികയെ വിശ്വനാഥൻ കണ്ണുകൾ കൊണ്ട് വിലക്കി. സാന്ദ്രയപ്പോൾ വലിയ സംഘർഷത്തിലായിരുന്നു. തൊട്ടെതിർവശത്തെ കസേരയിലുണ്ടെന്നാലും അറിയാതെ പോലും വസുവിന്റെ ഒരു നോട്ടം തന്നിലേക്ക് വീഴുന്നില്ലെന്ന് കണ്ട സാന്ദ്രയുടെ ഉള്ളം ചുട്ടുപഴുത്ത ഈയമ്പോൾ ചൂടേറി. വിവാഹം കഴിഞ്ഞ് 4 ആഴ്ചകൾ പിന്നിട്ടിരുന്നെങ്കിലും വസുവും സാന്ദ്രയെ അപരിചിതരെ പോലെ 2 മുറിയിൽ കഴിഞ്ഞുകൂടി. പലയാവർത്തി വസുവിനോട് അടുക്കാൻ സാന്ദ്ര ശ്രമിച്ചുവെങ്കിലും ഒരു തരത്തിലും വസു അതിന് വഴങ്ങിയില്ല. ഇനി ആർക്കും വികാരപരമായി തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് വസു തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അത്രമേൽ താൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നവൻ ഓരോ നിമിഷത്തിലും നോവോടെ ഓർത്തുകൊണ്ടിരുന്നു. അതെന്താ പോകുന്നവർ എന്നോട് പറയാത്തത്? ഞാൻ അറിയേണ്ടതല്ലേ? എന്താണിപ്പോൾ തിരക്കിയിട്ടൊരു പോക്ക്? എന്നെ ഒഴിവാക്കാനാണോ? വലിയ തയ്യാറെടുപ്പുകളൊന്നുമില്ലായിരുന്നു വസുവിന്. ഇങ്ങനെ യാത്ര ആഗ്രഹിച്ചുമല്ല. എങ്കിലും ഇപ്പോൾ താൻ ഈ ദൂരം ആഗ്രഹിച്ചു പോകുന്നു. വസ്ത്രങ്ങൾ ട്രോളി ബാഗിലേക്ക് എടുത്തു വയ്ക്കുമ്പോഴാണ് സാന്ദ്രയുടെ ചോദ്യം. മറുപടി പറയാൻ വസു മുതിർന്നില്ല. സതിൽ താല്പര്യപ്പെട്ടിരുന്നില്ല. ഞാൻ ചോദിച്ചു കേട്ടില്ലേ? സാന്ദ്ര മുന്നിലേക്ക് വന്നു. പ്ലീസ് ലീവ് മീ അലോൺ. അല്പസമയം വെറുതെ വിടും സാന്ദ്ര. എപ്പോഴും ഇതന്നെയല്ലേ പറയുന്നത്? എന്റെ ജീവിതത്തിനൊരു വിലയില്ലേ? സാന്ദ്രയുടെ സ്വരം കെടുത്തിരുന്നു. അപ്പൊ എന്റെ ജീവിതത്തിനോ? അതിനൊരു വിലയില്ലായിരുന്നു സാന്ദ്ര. എന്റെ വേദനകൾക്ക് പോലും സ്ഥാനമില്ലായിരുന്നു. വസുവിന്റെ ചുണ്ടുകളിൽ നിന്നൊരു വിഷാദച്ചിരി പൊഴിഞ്ഞു. ഇപ്പൊ കാനഡയിലേക്ക് പോകുന്ന എന്തിനാ? എത്ര നാളത്തേക്കാ? ഞാൻ ഇനി എന്ത് ചെയ്യണം? അത് മാത്രം എനിക്ക് അറിയേണ്ടത്. സാന്ദ്ര ഉറച്ചു ചോദിച്ചു. അതെന്നോടല്ല, നീ നിന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യാ. വാശിയോടെ കൈക്കലാക്കുമ്പോൾ നീ എന്താ കരുതിയത്? എക്കാലവും സന്തോഷത്തോടെ അനുഭവിക്കാമെന്നോ? ഇങ്ങനൊരവസ്ഥയിലൂടെ നീ ഞാൻ കടന്നു പോയിരിക്കാൻ വേണ്ടിയാ ഞാൻ തുടക്കത്തിൽ എതിർത്ത്. നീ അറിയുക തന്നെ വേണം ഇതിന്റെ അനന്തരഫലം. അതാ നിനക്കുള്ള ശിക്ഷ. അത്രയ്ക്ക് വെറുത്തു പോയ എന്നെ? ഞാൻ കാത്തിരുന്നോളാം, എത്ര കാലം വേണമെങ്കിലും. ഞാൻ അത്രയേറെ സ്നേഹിച്ചു പോയി. ഒരുമിച്ചൊരു ജീവിതം ആഗ്രഹിച്ചു പോയി. ഒരിക്കലും നഷ്ടപ്പെടുക എന്നൊന്നും ഓർക്കാൻ കൂടി കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാ. സാന്ദ്രയുടെ സ്വരം നേർത്തുപോയി. കണ്ണുകൾ നിറഞ്ഞു. ഇത് വെറുപ്പല്ല സാന്ദ്ര, പക്ഷെ സ്നേഹിക്കാനോ ആവില്ല. ഉണ്ടായിരുന്ന സ്നേഹത്തിന് ഒരിക്കലും ഈ അർത്ഥം ഉണ്ടായിരുന്നില്ല. ചന്ദനയുടെ സ്ഥാനത്ത് നിന്നെ കാണാൻ കഴിയുകയില്ല. ഹൃദയം അതത്രമാത്രം അവളോട് ചേർന്ന് നിൽക്കുന്നു. എക്കാലവും അതങ്ങനെ തന്നെ ആയിരിക്കും. ഞാനൊരിക്കലും നിങ്ങളെല്ലാവരും എന്നോട് ചെയ്ത പോലെ ഒന്നിനും നിന്നെ നിർബന്ധിക്കുകയോ ഒന്നിനോട് നിന്നെ ബന്ധിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. സ്വന്തം ഇഷ്ടത്തോടെ വന്നു കയറിയതുപോലെ തന്നെ എപ്പോഴെങ്കിലും നിനക്ക് പിൻവാങ്ങാം. ഈ ജന്മത്തിൽ മറ്റാർക്കൊപ്പവും ഇനിയൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. വസു തന്റെ ജോലി വ്യാപൃതനായി. സാന്ദ്ര അല്പനേരം അവിടെ അങ്ങനെ നിന്നു. എല്ലാം പതിയെ ശരിയാവുമെന്നും കാത്തിരിപ്പ് ആവശ്യമാണെന്ന് അവൾ സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിച്ചു. എങ്കിലും പടിയിറക്കമില്ല. അത്രമേൽ ആഗ്രഹിച്ച് നേടിയതാണ്. ഈ ഒരു ജന്മം മാത്രമല്ല, വരും ജന്മങ്ങളിൽ തനിക്ക് തന്നെ വേണം, പാതിയായി, പ്രാണനായി. സാന്ദ്ര അങ്ങേയറ്റം പ്രണയത്തോടെ അതിലേറെ നിരാശയോടെ വസുവിനെ നോക്കി നിന്നു. സാന്ദ്ര പറഞ്ഞിരുന്നു. എന്തുപറ്റി ഇപ്പോൾ പെട്ടെന്ന്? സാന്ദ്രയാണോ കാരണം? സണ്ണിയെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നായിരുന്നു വസുദേവ്. ഒരു യാത്ര ഉറച്ചിരുന്നോണം. വസു മൗനമായിരിക്കുന്നാണ്ട് സണ്ണി വിളിച്ചു. നുണ പറഞ്ഞൊഴിഞ്ഞാൽ അത് വീണ്ടും മറ്റൊരു നുണയിലെത്തിച്ചേരും. സാന്ദ്ര തന്നെയാണ് കാരണം. എനിക്ക് പറ്റുന്നില്ല. വസു നിസ്സായതയോടെ പറഞ്ഞു. ഞാൻ അവിടെ പക്ഷം ചേരുന്നല്ല, എങ്കിലും തോന്നുന്നു എല്ലാം ശരിയാവുന്ന. അവിടെ അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായപ്പോൾ തിരുത്താൻ ശ്രമിക്കല്ലാതെ കൊല്ലാനോ കൊണ്ടുപോയി കളയാനോ കഴിയില്ലായിരുന്നു എനിക്ക്. നിനക്കിപ്പോൾ ഈ അകൽച്ച ആവശ്യമാണെങ്കിൽ നീ പോയിക്കോളൂ.
ചിലപ്പോൾ നല്ലതിനായിരിക്കാം. അപ്പോഴേക്കും നിന്റെ മനസ്സ് സ്വസ്ഥമായേക്കാം. സണ്ണി പറഞ്ഞു. വസു വെറുതെ കേട്ടിരുന്നതേ ഉള്ളൂ. നിനക്ക് തിരക്കുണ്ടോ? 3-4 പേഷ്യൻസ് കൂടെയുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. ഞാൻ പോവാ, സമയമില്ല. 6:30 ഫ്ലൈറ്റ്. നീ തിരക്കിട്ട് ഇറങ്ങണ്ട, ശരണുണ്ടല്ലോ. സാന്ദ്രയ്ക്ക് നെക്സ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങിയില്ലേ? ക്ലാസ് മിസ് ചെയ്യേണ്ടെന്ന് പറയണം. പഠിക്കട്ടെ നല്ലപോലെ. ഒന്നിൻ്റെ പേരിൽ ഉഴപ്പിക്കളായിരുതെന്ന്. ഞാൻ ഇറങ്ങട്ടെ. വസു എണീറ്റു. ഉടനെ വന്നേക്കണം, മിസ് ചെയ്യും. സണ്ണി വസുവിനെ ഇറുകെ പുണർന്നു. എന്തുകൊണ്ടോ സണ്ണിയുടെ കൺകോണിൽ നനവ് പടർന്നിരുന്നു. വസുവിനാണെങ്കിൽ കണ്ണീര് പോലും തന്നിൽ നിന്ന് അകന്ന പോലെയായിരുന്നു. ശ്രീകരം, ഈ നേരത്താണ് എണീറ്റ് വരുന്നത്. നീ ഇതൊന്നും കാണുന്നില്ലേ സുനിതേ? തലേ ദിവസം നല്ല പനിയും തലവേദനയും അതിൻ്റെ ഒപ്പം നിഖിലിന്റെ പതിവ് ഉപദ്രവങ്ങളുമായതിനാൽ ചന്ദന രാവിലെ ഉണരാൻ വൈകിയിരുന്നു. അത്രമേൽ ക്ഷീണിതയായിരുന്നു അവൾ. കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്ന ചന്ദനയെ കണ്ട് നിഖിലിന്റെ അച്ഛന്റെ പെങ്ങളാണ് അത് പറഞ്ഞത്. ഇന്നലെ ഉച്ചയ്ക്ക് വന്നാണ് അവരും കുടുംബവും. അതുകൊണ്ട് ഇന്നലെ ജോലി ഭാരം കൂടുതലായിരുന്നു ചന്ദനയ്ക്ക്. നിനക്ക് നേരത്തിനും കാലത്തിനും എഴുന്നേറ്റ് വന്നൂടെ? ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. അതെങ്ങനെയാ? വീട്ടിൽ പഠിച്ച ശീലല്ലേ ഇവിടെയും പാലിക്കുള്ളൂ. വൈകി എഴുന്നേൽക്കുന്ന സ്ത്രീകൾ വീടിന് ഐശ്വര്യക്കേടാ. ദുശ്ശകനങ്ങൾ വരുത്തി വെക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തു വെച്ചോളും. നിഖിലിന്റെ അമ്മ സുനിതയുടെ മുഖവും കടുത്തു. ഒന്നുറക്കെ കരയണമെന്ന് തോന്നി ചന്ദനയ്ക്ക്. ഈ വീട്ടിൽ വന്ന് ഇത്രയും മാസങ്ങൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് വൈകി എഴുന്നേൽക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ആദ്യം ഉണരുന്ന അടുക്കള മുതൽ എതിർവശം മുറ്റം വരെയുള്ള എല്ലാ ജോലികളും ചെയ്തു തീർക്കുന്നത് താനാണ്. രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി അടുക്കള ഒതുക്കി കഴിയുമ്പോൾ മാത്രമാണ് ആ ജോലികൾ അവസാനിക്കുന്നത്. ഈ വീട്ടിലൊരു ജോലിക്കാരിയുടെ സ്ഥാനം മാത്രമേ തനിക്കുള്ളൂ എന്നോർക്കെ അറിയാതെ തന്നെ ചന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പിക്ക് താൻ അത്രയും വലിയൊരു ബാധ്യതയായിരുന്നു. ഇത് വല്ലതും അപ്പ അറിയുന്നുണ്ടോ? അറിഞ്ഞാൽ തന്നെ വിശ്വസിക്കുമോ? സ്വന്തം അപ്പിക്ക് പോലും വേണ്ടാത്തവളെയാണോ ഇനി ഇവർക്ക് വേണ്ടത്? വിധിയാണ്, തൻ്റെ വിധി അനുഭവിച്ച് തീർക്കുക തന്നെ. ആരോടും പരാതി തോന്നിയില്ല അവൾക്ക്. അല്ലെങ്കിലും പരാതി പറഞ്ഞോ പരിഭവിച്ചോ ശീലമില്ലാത്തവളാണ്. ഇനി അവിടെ ശീലകണക്കെ നിന്നോ. ആ മുറ്റടിച്ച് വാരാനും തൊഴുത്ത് വൃത്തിയാക്കിയിടാൻ നിന്റെ വീട്ടിൽ നിന്ന് ആൾ വരുമോ? എന്നും ചെയ്യുന്ന ജോലികളല്ലേ, അത് വീണ്ടും ഇങ്ങനെ പറഞ്ഞു തരണോ നിനക്ക്? ഏത് നേരം നോക്കിയാൽ ഇങ്ങനെ കണ്ണീരൊളിപ്പിച്ച് നിന്നോളൂ. അതിന് മാത്രം തനിക്ക് ഇവിടെ ഒരു കുറവ്. സുനിതയുടെ ശബ്ദമുയർന്നു. ചന്ദന വേഗത്തിൽ പിൻവരാന്ത വഴി പുറകുവശത്തേക്ക് ഇറങ്ങി മുറ്റം തൂക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ് മാസം ഇത്രയായില്ലേ? ആൾക്ക് വിശേഷമൊന്നും ആയില്ലേ? നിഖിലിന്റെ അപ്പച്ചി സംശയത്തോടെ നെറ്റി വിളിച്ചു. എവിടുന്ന്? ഇനി വല്ല മച്ചിയാണെന്ന് എൻ്റെ പേടി. എന്നാ അവളെ പൊറപ്പിക്കില്ല ഞാനിവിടെ. നിഖിലിനത്തെ എന്തിന്റെ കേടായിരുന്നു? കാണാൻ കൊള്ളാവുന്ന മാത്രം കാര്യമില്ല. ഞാൻ എത്ര പറഞ്ഞ എൻ്റെ രശ്മിയെ അവന് വേണ്ടി. അപ്പോഴവന് ഇവളെ തന്നെ വേണം. ഇനി എന്തുണ്ടെങ്കിലും അനുഭവിച്ചോ. ആരോട് പറയാനേ ചേച്ചി? എനിക്കൊരു രശ്മി പോലെ തന്നെയായിരുന്നു താല്പര്യം. നിഖിൽ ഇവളെ പണ്ടെങ്ങോ കണ്ട് ഇഷ്ടപ്പെട്ടതാ. ഇവളെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടാ ഞാൻ സുമിത്രയോടും സേതുരാമനോടും സംസാരിച്ച്. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. അത്രയ്ക്ക് സൗന്ദര്യമില്ലേ ഇവൾക്ക്. ഏതൊരാണ് കണ്ടാലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കഴിവുണ്ടായാൽ മതിയായിരുന്നു. സുനിത നെടുവീർപ്പെട്ടു. ആ സംഭാഷണം മുഴുവൻ ചന്ദന കേൾക്കുന്നുണ്ടായിരുന്നു. കിടപ്പുമുറിയിൽ താൻ അനുഭവിക്കുന്ന എന്തെന്നോർക്കിയ തന്നെ ചന്ദനയ്ക്ക് തലയിറങ്ങി. അതോടൊപ്പം ഓക്കാനം വന്നു. അത്രയ്ക്ക് വേദന, നിസ്സഹായത, തളർച്ച, അറപ്പ്, വെറുപ്പ്. താനിപ്പോൾ ശ്വസിക്കുന്ന പോലും മൂത്രച്ചൂരയുടെ ഗന്ധമാണെന്ന് തോന്നിയവൾക്ക് കണ്ണുകൾ ഇറുകിയ ചിമ്മി അവൾ മനസ്സിനെ നിയന്ത്രണപ്പെടുത്തി. അപ്പോഴും നാണം കൊണ്ട് ചുവക്കേണ്ട കവിളണകൾ കണ്ണീരിൽ കുതിർന്നുകൊണ്ടേയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.